നമസ്കാരം, ഞാൻ ജിബോയ് തമ്പി, പ്ലാന്റേഴ്സ് ലാൻഡ്സ്കേപ്പിംഗ് കമ്പനി കൊച്ചിൻ. 25 വർഷമായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് മേഖലയിലെ വ്യത്യസ്തമായ പ്രോജക്റ്റുകൾ ചെയ്യുന്ന ഒരാളാണ്. മുൻപുള്ള വീഡിയോകളിൽ നമ്മൾ പല ലാൻഡ്സ്കേപ്പിംഗ് ലോൺ ഗ്രാസിനെ കുറിച്ചും ലാൻഡ്സ്കേപ്പിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദീകരിച്ചു. ഇന്ന് ഞാനുള്ളത് നമ്മുടെ ഇന്ത്യയിൽ നിന്നും പ്ലാന്റ്സ് ഗ്രാസൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് എങ്ങനെയാണ്. നമ്മളെ ഒരു വിദേശ രാജ്യത്തേക്കുള്ള നമ്മുടെ ഒരു 40 ഫീറ്റ് റീഫർ കണ്ടെയ്നർ റെഡിയായി നിൽക്കുകയാണ്. നമ്മളിങ്ങനെ ചെടിയൊക്കെ കയറ്റി തുടങ്ങി. നമ്മുടെ പ്ലാന്റ് കയറ്റി പോകാനുള്ള 40 ഫീറ്റിൻ്റെ കണ്ടെയ്നറാണ് കിടക്കുന്നത്. നമുക്കതിൽ കാണാം ഒരു AC യൂണിറ്റൊക്കെ, ഫ്രീസിങ് യൂണിറ്റൊക്കെ അതിൻ്റെ തന്നെ ഉണ്ട്. ഷിപ്പിൽ ഈ ഇരിക്കുന്ന 10-15 ദിവസങ്ങളും ഫുൾ ടൈം അതിൻ്റെ ഫ്രീസർ വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെയുള്ള നമ്മളുടെ ഓർഡറുള്ള സാധനങ്ങൾ കയറ്റി വിടുന്ന ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിത് എന്താണ് കയറ്റി വിടുന്നത്, എങ്ങനെയാണ് കയറ്റി വിടുന്നത്, എന്താണ് ഇതിൻ്റെ മാർക്കറ്റ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ശ്രമിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് പുറത്തേക്കുള്ള ഏത് രാജ്യത്തേക്കാണെന്ന് ഞാൻ പറയുന്നില്ല, പുറത്തേക്കുള്ള ഒരു ഓർഡറാണ്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത്, ഇതിപ്പം അൽപ്പിനിയ എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. വളരെ വെയിറ്റ് കുറവാണിപ്പം. മണ്ണിലുള്ള പ്ലാന്റിനെ നമ്മുടെ മണ്ണെല്ലാം നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഫുള്ളി കൊക്കോപ്പീറ്റ് മീഡിയയിലേക്ക് ചേഞ്ച് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇത് നമ്മളിപ്പോൾ ഇതുള്ളത് കുറേ അൽപ്പീനിയ ചെടികളാണ്. കൂടാതെ ഫൗണ്ടൻ ഗ്രാസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അങ്ങോട്ട് കുറേ ട്രീസുകളൊക്കെ നമുക്ക് കയറ്റാനുണ്ട്. ഈ കണ്ടെയ്നറിൽ നമ്മൾ -20 ഡിഗ്രി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രീസിങ് കണ്ടെയ്നറാണ്. അപ്പോൾ ഇതിൽ നമ്മൾ അടുക്കി ഈ സാധനം കയറ്റും. ഒരു 10 ദിവസം കൊണ്ട് ഈ സാധനം 10 തൊട്ട് 15 ദിവസം വരെ കൊണ്ടാണ് അടുത്ത പോർട്ടിലെത്തി നമ്മുടെ ഓർഡറുള്ള സ്ഥലത്തേക്ക് കൊടുക്കുന്നത്. അപ്പം ഈ ചെടി എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യുന്നത്, എന്താണെന്നൊക്കെയുള്ള വിശേഷങ്ങൾ കുറേ നമുക്ക് കാണിക്കാം. ഞാനിവിടെയുള്ള കുറച്ച് ചെടികളെ, നമ്മളെ ഡിമാൻഡുള്ള കുറച്ച് ചെടികളെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ഇത് പ്ലാന്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്കൊന്ന് കാണിച്ചു തരാം. നമ്മൾ കൊക്കോപീറ്റിൽ ഇതെല്ലാം വാഷ് ചെയ്ത ശേഷം കൊക്കോപീറ്റിൽ റീപ്ലാന്റ് ചെയ്ത് ഇപ്പം 2 മാസത്തിൽ കൂടുതലായി. അങ്ങനെയുള്ള പ്ലാന്റുകളാണ് നമ്മൾ ഇതിലേക്ക് കയറ്റി വിടുന്നത്. ഇങ്ങനെ നല്ല സെറ്റായിട്ടുള്ള ചെടികളായിരിക്കും. ഇതുണ്ടോ, നമ്മൾ നല്ല സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നിലത്തൊന്നും വെക്കത്തില്ല. നിലത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല ക്ഷുദ്രജീവികളൊക്കെ കയറുന്നതുകൊണ്ട് നമ്മളിവിടെ എല്ലാം പെസ്റ്റിസൈഡ് അടിച്ച് ക്ലിയർ ആയ ശേഷം ഇതേമാതിരിയുള്ള സ്റ്റാൻഡുകളാണ് നമ്മൾ പ്ലാന്റുകൾ വെക്കുന്നത്. ഈ സ്റ്റാൻഡുകൾ വെച്ച പ്ലാന്റുകൾ ഇത് നമ്മൾ ഇതിനെല്ലാം ലേബൽ ചെയ്യും. നമ്മൾ പേര് ചെയ്ത് ഇതിൻ്റെ നമ്പറും കോഡ് നമ്പറും എല്ലാം ഇട്ട ശേഷമാണ് നമ്മൾ കയറ്റുന്നത്. അത് ചില പ്ലാന്റുകൾ ഇത് കണ്ടോ, നമ്മൾ ഇതേപോലെ പ്ലാസ്റ്റിക് വെച്ച് റാപ്പർ ചെയ്യും. വെയിറ്റ് തീരെ കുറവാണ്. ഇനി ഇതിനകത്തൊരു 10-12 ദിവസം നമ്മൾ ഇതിൻ്റെ കണ്ടെയ്നറിൽ ഇരിക്കാനുള്ളതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അവർ പ്ലാന്റ് ചെയ്യുകയോ ഇതേപോലെയുള്ള ഗ്രീൻ ഹൗസിലേക്ക് മാറ്റുകയോ ചെയ്യും. അപ്പോൾ ഇത് പ്ലാന്റ് കൂടാതെ നമ്മൾ ചെയ്യുന്ന മറ്റു പ്ലാന്റുകൾ റാപ്പ് ചെയ്യുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് കണ്ടോ, ഇത് നമ്മളെ എലമാൻഡ എന്ന് പറയുന്നൊരു പ്ലാന്റാണ്, കോളാമ്പി. ഈ ചെടിയൊക്കെ ഇതേപോലെ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുമ്പോൾ ഇതിൻ്റെ മണ്ണൊന്നും പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒന്നും കൂടെ ഒരു പ്ലാസ്റ്റിക് ഇട്ട് റാപ്പ് ചെയ്യുന്നത്. ഞങ്ങൾ ഇതേപോലെ തന്നെ മരങ്ങൾ ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഫൗണ്ടൻ ഗ്രാസ് ആണ്. ഇതിൻ്റെ 2-3 വെറൈറ്റികളുണ്ട്. കൊക്കോപീറ്റിലേക്ക് പ്ലാന്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ലീഫുകളൊക്കെ പോകും. ഫൗണ്ടൻ ഗ്രാസ് ആണ്. കൂടാതെ നമ്മളുടെ ഈ വലുപ്പമുള്ള ട്രീകളൊക്കെ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെറിയ പ്ലാന്റ്സുകളെല്ലാം ചെയ്ത ശേഷമാണ് ഈ വലിയ ചെടികൾ നമ്മൾ കൊടുക്കുക. ഇവിടെയെല്ലാം നമ്മൾ ചെയ്യുന്നത് ഇതെല്ലാം വളരെ ഉയരത്തിൽ സ്റ്റാൻഡിലെടുത്ത് വെക്കണം. ഇതുണ്ട, ഇത് കൊക്കലോമ എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. കുറച്ച് ഇലയൊക്കെ പൊഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് നമ്മൾ ഒരു ചെടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 15 അടി 20 അടി ഹൈറ്റുള്ള മരങ്ങളാണ്. ഇത്രയും വലിയ ചെടിയാണ്. നമ്മളിത് റാപ്പ് ചെയ്ത് കൊക്കോപീറ്റിൽ മാറ്റി ചെയ്യുന്നത്. കണ്ടോ, ഇതെല്ലാം ആ കണ്ടെയ്നറിൽ കയറാനുള്ളതാണ്. നമ്മുടെ ട്രീസും എല്ലാം നമ്മളിങ്ങനെ
കയറ്റി വിടും. അപ്പോൾ ഒരു ലോഡിൽ നമ്മൾ വരുമ്പോൾ അത് കണ്ട 40 അടി നീളമുള്ള ഒരു കണ്ടെയ്നറാണ് കിടക്കുന്നത്. അതിൻ്റെ അകത്ത് കുറേ ചെറിയ ചെടികളും വലിയ ചെടികളും ഒക്കെ മിക്സായിട്ടാണ് സാധാരണ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ പാക്ക് ചെയ്തതും വാഷ് ചെയ്യുന്നതൊക്കെ ഉള്ള വാടി ഇതിൻ്റെ പുറകെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പം വിദേശ രാജ്യങ്ങളിലേക്ക് ചെടി കയറ്റി വയ്ക്കുന്ന നമ്മുടെ ഒരു വലിയ ബിസിനസ് സാധ്യതയാണ്. നമ്മൾ കയറ്റി വിടേണ്ട പ്ലാന്റ് ഇങ്ങനെ മണ്ണ് കുത്തിക്കളഞ്ഞ് വെള്ളം ഒഴിച്ച് എല്ലാം മണ്ണും കളഞ്ഞിട്ട് വേണം നമുക്ക് ചെയ്യാൻ. നമ്മൾ പാക്കറ്റ് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഉണ്ടോ, ഫുൾ ഹൈറ്റുള്ള പ്ലാന്റ്. ഇത് മൊത്തം ചകിരിച്ചോറിലേക്ക് മാറ്റിയിട്ട് വേണം നമുക്ക് കയറ്റി വയ്ക്കാം. നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനുള്ളൊരു പ്ലാന്റിൻ്റെ ചെയ്യുന്ന മെത്തേഡുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ചെടി ഏകദേശം 5 മീറ്ററിൻ്റെ മുകളിൽ 15 അടി നീളമുണ്ട്. പക്ഷേ നമ്മളുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് 4 മീറ്ററാണ്. അപ്പം 4 മീറ്റർ വെച്ചിട്ടെടുത്ത് ഇതിൻ്റെ നിലവിലുള്ള മണ്ണ് മുഴുവനും നമ്മൾ കളഞ്ഞ് വാഷ് ചെയ്യും. വാഷ് ചെയ്തിട്ട് ഇതേപോലെ ഫുള്ള് മണ്ണ് കളയും. കാരണം ഒരു രാജ്യത്തിൽ നിന്ന് ഒരു രാജ്യത്തിലേക്ക് മണ്ണോടുകൂടി ചെടി വിടാൻ ഉള്ള അനുമതിയില്ല. അങ്ങനെ ചെയ്യുന്ന ചെടി ഇതേപോലെ വലിയ പാക്കറ്റുകളിലാക്കി നിറച്ച്, ഇതിപ്പോൾ 4 മീറ്ററിന് അതിൻ്റെ ഹൈറ്റ് കട്ട് ചെയ്താണ്. ഇതേപോലെ ട്രീറ്റ് ചെയ്ത കൊക്കോ പീറ്റിലാക്കി നമ്മൾ പാക്ക് ചെയ്ത് ഇനി അത് സീറ്റിംഗ് ആകാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാൻ വേണ്ടി നമ്മൾ ഇത് റാപ്പിട്ട് കെട്ടി സ്ട്രോങ് ആക്കുവാണ്. സ്ട്രോങ് ചെയ്ത് ഇതാ കാണുന്ന പോലെ നമ്മൾ അടുക്കി വെക്കും. അടുക്കി വെച്ചിട്ട് ഇപ്പം വെക്കുന്നത് ഇച്ചിരി ഷെയ്ഡൊക്കെ ഉള്ള ഏരിയയിലാണ്, തെങ്ങൊക്കെ ഉള്ള മരമുള്ള സ്ഥലങ്ങളിലാണ് വെക്കുന്നത്. ഇത് അടുക്കി വെച്ചിട്ട് കൊക്കോ പീറ്റാണ്. നമ്മൾ 1.5 മാസം ഏകദേശം 45 ദിവസം നമ്മൾ ഇതിനു വേണ്ടി ഇതിനെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടാണ് കൂളിംഗ് ഉള്ള കണ്ടെയ്നറുകളിലാക്കി നമ്മൾ കയറ്റി അയക്കും. ഓക്കെ, മറ്റ് ചെടികളും ഉണ്ട്. ഈ ഒരു ഐറ്റമാണ് ഞാനിപ്പോൾ കാണിച്ചത്. മറ്റ് ചെടികളുടെ രീതികളും നമ്മളിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് കണ്ടെയ്നർ കയറ്റാനുള്ള ഒരു ബോൺസായി ആണ്. 2 ബോൺസായി ഉണ്ട്. ഇത് ഒരു 12 അടി ഹൈറ്റുള്ള വലിയ ബോൺസായി ആണ്. ഇത് വണ്ടി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഫുള്ള് കാണിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് കയറ്റാനുള്ളതാണ്. മറ്റ് പ്ലാന്റ്സുകൾ നമ്മൾ ഇത് മറ്റൊരു അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കൊക്കോപ്പീറ്റിലേക്ക് റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടി കൊണ്ട് സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ചെടികളാണ്. ഈ ഇരിക്കുന്ന ചെടികൾ കണ്ടോ, ഇതൊരു ഗോൾഡൻ സീതാപ്പഴമാണ്. ഇത് മണ്ണിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് മാംഗോ ആണ്. ഇത് നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഉള്ള സ്ഥലമാണെങ്കിൽ ലക്ഷദ്വീപിലേക്കുള്ള ഞങ്ങളുടെ ഓർഡറുകളാണ്. ഈ ലക്ഷദ്വീപിലേക്കുള്ള ചെടികൾക്കുള്ള പ്രത്യേകത നമുക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ ആയതുകൊണ്ട് മണ്ണ് മാറ്റണ്ട. പുറത്തേക്കുള്ള എവിടേക്ക് പോകണമെങ്കിലും നമുക്കതിൻ്റെ മണ്ണ് മാറ്റണം. ഈ മാങ്കോ, സീതാപ്പഴ, മറ്റേ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് അവിടെ ബാമ്പു സാധനങ്ങളൊക്കെ നമുക്ക് ലക്ഷദ്വീപിലേക്കുള്ള ഓർഡറുകളാണ്. അത് നമ്മൾ ഈ മണ്ണോടുകൂടി തന്നെ കയറ്റി അയക്കും. നമ്മുടെ കലാത്തിയ പ്ലാന്റാണ്. ഇതും ലക്ഷദ്വീപിലേക്കുള്ള ഓർഡറാണ്. കാരണം ഇതും നമ്മൾ മണ്ണ് മാറ്റുന്നില്ല. അല്ല, നല്ല ചെടികളെന്നൊക്കെ പറഞ്ഞാൽ നല്ല എഴുന്നേറ്റ് നിൽക്കുന്ന ചെടികളാണ് നമ്മുടെ ഉള്ളിലുള്ളത്. സാധനങ്ങൾ ലോക്കൽ മാർക്കറ്റിലും നമ്മൾ ട്രേഡിങ് ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ നമ്മൾ ഇത് കലാത്തിയൊക്കെ നമ്മുടെ കേരള പ്ലാന്റ്സ് ആണ്, എലിക്കോണിയൊക്കെ. അപ്പോൾ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലേക്കും നമുക്ക് ഇവിടുന്ന് കയറ്റി വിടുന്നുണ്ട്. ആന്ധ്ര, പൂനെ, ബാംഗ്ലൂർ, നമ്മൾ ബംഗാളിനടുത്ത് സിലിഗുഡി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ 2000 പ്ലാന്റ് പോയി. അപ്പോൾ അങ്ങനെ ഉള്ള പ്ലാന്റ്സുകളാണ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്കൊക്കെ ചില ഓർഡറുകളും എൻക്വയറിയൊക്കെ വരാം. നിങ്ങൾക്ക് നമ്മളുമായിട്ട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അതേപോലെ നമ്മളിലുള്ള പല ചെടികളും നമുക്ക് കയറ്റിവിടാനുള്ള ഒരു ഭയങ്കര ബിസിനസ് സാധ്യതയാണ്. ഞങ്ങളിപ്പോൾ 1 വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ചുരുങ്ങിയൊരു ടൈം കൊണ്ട് ഞങ്ങൾ 3-4 കണ്ടെയ്നർ ചെയ്തു. ഇപ്പോൾ കൂടുതൽ ഓർഡറുകളുണ്ട്. എന്തെങ്കിലും ഓർഡറുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് നിങ്ങൾ അവിടെ നിന്ന് തന്നെയുള്ള എന്തെങ്കിലും ഓർഡേഴ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രേഡിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള
സപ്പോർട്ടുകൾ ഞങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഞങ്ങൾ പൂനെയിൽ നിന്ന് ചെയ്യുന്നുണ്ട്, അതേപോലെ രാജമന്ത്രി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ചെയ്യുന്നുണ്ട് ആന്ധ്രയിൽ. പിന്നെ ഇതിന്ന് കൊച്ചി പോർട്ട് വഴിയാണ് പോണത്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം ഒരു 6 മണിയായി. നാളെ രാവിലെ 7 മണിക്ക് ഞങ്ങൾക്ക് ഈ കണ്ടെയ്നർ ക്ലോസ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ രാത്രി മാക്സിമം ലേറ്റായിട്ടാണ് നമ്മളിത് പാക്ക് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ AC അവരുടെ ഫ്രീസർ ഓൺ ചെയ്യും. അത് കഴിഞ്ഞാൽ രാവിലെ 7 മണിക്ക് ഇവിടുന്ന് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10-10:30യോടുകൂടി ഞങ്ങൾ ഷിപ്മെൻറ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെ രീതി. 7 ദിവസം തൊട്ട് 15 ദിവസം വരെ ഇത് കണ്ടെയ്നറിൽ തന്നെ ഇരിക്കും. പിന്നെ അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറേ ചെറിയ രീതിയിലൊക്കെ ചെറിയ പ്ലാന്റ്സുകളൊക്കെ ഡാമേജൊക്കെ വരും. അതിനൊക്കെ ഉള്ള ഒരു പെർസെൻറ്റേജ് വെച്ചിട്ടാണ് ഞങ്ങൾ സാറിന് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരമുള്ള പ്ലാന്റ്സുകളെക്കുറിച്ചും പ്ലാന്റ്സിൻ്റെ വിശദീകരണങ്ങളെക്കുറിച്ചും ലാൻഡ്സ്കേപ്പിങ്ങളെ കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്കുള്ള ബിസിനസ് സാധ്യതകളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അടി കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. തുടർന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെയും നമസ്കാരം.